നമുക്ക് എല്ലാവർക്കും പഴയ ഒരു ഫോട്ടോ ഉണ്ടാവില്ലേ? ഫാദറിന്റെ കല്യാണ ഫോട്ടോ, നമ്മളുടെ കുട്ടിയായിരിക്കുമ്പോൾ ഫോട്ടോ, വൈഫിന്റെ കുഞ്ഞായിരിക്കുമ്പോൾ ഫോട്ടോ, അങ്ങനെ ഒരുപാട് ഫോട്ടോസ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ പണ്ട് കാലത്തെല്ലാം പ്രിന്റ് അടിച്ചു വെച്ചിട്ടുണ്ടാവും, അതെല്ലാം പൂപ്പൽ പിടിച്ചും കേടായി പോയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ പഴയ ഫോട്ടോകളെ, അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന ഫോട്ടോ ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ കുളിപ്പിച്ചുകൊണ്ടിരുന്ന ഫോട്ടോ ആവട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫോട്ടോ ഇൻഹാൻസ് ചെയ്ത് നമുക്ക് എടുക്കാൻ കഴിയും. അതായത് HD ക്വാളിറ്റിയിലേക്ക് 4K റെസൊല്യൂഷനിലേക്ക് അപ്സ്കെയിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനെ പറ്റിയിട്ടാണ്. നമുക്കത് ആൻഡ്രോയിഡ് ഫോണിൽ ചെയ്യാം, ഐഫോണിൽ ചെയ്യാം, മാക്ബുക്ക് ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം, അല്ലെങ്കിൽ വിൻഡോസിൽ ചെയ്യാം, ഏത് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെ തുടങ്ങുമല്ലേ? ദിസ് ഈസ് ഹാരിസ് അൻസാർ ഫ്രം Summer AI Tech. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഗൂഗിളിൽ ലെറ്റ്സ് എൻഹാൻസ് അതപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക. ദെൻ ഓപ്പൺ ആയി വരുന്ന വെബ് പേജിലേക്ക് പോവുക. അവിടെ നമുക്ക് വെബ് പേജിൽ കാണാം നമ്മുടെ ലെറ്റ്സ് എൻഹാൻസിന്റെ ഹോം പേജ് ആണ്. സ്റ്റാർട്ട് ഫ്രീ എന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ മൈ അക്കൗണ്ട് ഉണ്ട്, അതിൽ ലോഗിൻ ചെയ്യണം. ഞാൻ ഓൾറെഡി ലോഗിൻ ആണ്. ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. നമുക്കിവിടെ ആവശ്യമുള്ള ഇമേജ് ബ്രൗസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാം. ബ്രൗസ് ചെയ്തിട്ട് ഗ്രാൻഡ് ഫാദറിന്റെ ഫോട്ടോ ഉണ്ട്, അത് കൊടുക്കാം. ഓപ്പൺ ആയി, ഇമേജ് ഇവിടെ ലോഡായി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ പ്രീസെറ്റ്, നമുക്കത് പ്രിന്റിംഗ് ക്വാളിറ്റിയിലേക്ക് അപ്സ്കെയിൽ ചെയ്യണമെങ്കിൽ ഇത് ഏത് സൈസിലേക്ക് അപ്സ്കെയിൽ ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതല്ല നമുക്ക് വ്യൂവിംഗ് ഓപ്ഷൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് സ്മാർട്ട് എൻഹാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിജിറ്റൽ ആർട്ട് ഉണ്ട്, വാട്ടെവർ ഏതാണോ വേണ്ടത് നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ സ്മാർട്ട് എൻഹാൻസ് ആണ് കൊടുത്തത്. ദെൻ ലൈറ്റ് AI കൊടുത്തു. ദെൻ ഇവിടെ ഷോ അഡ്വാൻസ്ഡ് ഓപ്ഷനകത്ത് ഇവിടെ ടോൺ എൻഹാൻസ്, അതിന്റെ കളർ എൻഹാൻസ് ചെയ്യും, കളർ വർദ്ധിപ്പിക്കും. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആണെങ്കിൽ കൊടുക്കാം, ഞാനത് തൽക്കാലം ഓഫ് ചെയ്തിട്ടാണ്. അതിനുശേഷം സ്റ്റാർട്ട് പ്രോസസ്സിംഗ് പ്രസ് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം പ്രോസസ്സിംഗ് എന്ന് കാണാം. ആ ഫോട്ടോ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പിക്ചർ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മളുടെ ഒറിജിനൽ, റൈറ്റ് സൈഡിൽ കാണുന്നത് കണ്ടില്ലേ ബിഫോർ ആഫ്റ്റർ. അതിന്റെ റെസൊല്യൂഷൻ്റെ എഴുതിയിരിക്കുന്നുണ്ടാവും. നമ്മളിങ്ങനെ മാറ്റുമ്പോൾ കണ്ട മുഖത്തുള്ള ആ ഒരു ക്ലാരിറ്റി. അപ്പോൾ ഫോട്ടോ എൻഹാൻസ് ആയി. നമുക്കത് ഡൗൺലോഡ് ചെയ്യും. ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്തു, ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയി. നമ്മൾ ഓപ്പൺ ആക്കാണ്. ഹയർ റെസൊല്യൂഷൻ ഫോട്ടോ ആയി, അത് മാറി. ഇനി നമുക്ക് മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യുന്നതെന്ന് നോക്കാം. ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മൊബൈൽ ഫോണിൽ ഫോട്ടോ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പ് സ്റ്റോറിലാവട്ടെ പ്ലേ സ്റ്റോറിലാവട്ടെ ഓപ്പൺ ചെയ്തതിന് ശേഷം എൻഹാൻസ് ഫോക്സ് എന്ന് ടൈപ്പ് ചെയ്യുക, സെർച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് എൻഹാൻസ് ഫോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് കാണാം. ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുക. ചൂസ് ഫ്രം ആൽബം. അവിടെ നമ്മുടെ ഫോട്ടോ ഉണ്ട്, ക്ലിക്ക് ചെയ്തു. ഓപ്ഷൻസ് ഉണ്ട്. ഫോട്ടോ പ്രോസസ്സ് ചെയ്യാണ്. ഫിനിഷ് ആയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എടാ മോനെ, നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്തതിനേക്കാളും നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.